ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ, ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമലയിലാണ്. തിരുമലയിൽ നമ്മൾ ഭഗവാന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറോളം വിശ്രമിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടു. ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞിട്ട് ഭഗവാനെ കണ്ട് ശരിക്കും നമുക്ക് മതിയായില്ല കേട്ടോ. കാരണം ഒറ്റ പ്രാവശ്യം മാത്രമല്ലേ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുള്ളൂ. നമുക്ക് ഈ ഒരു പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പാസ് ബുക്ക് ചെയ്താൽ ആ പാസ് ഉപയോഗിച്ച് ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ കയറാം എങ്ങനെയെങ്കിലുമൊക്കെ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 മണിയോളം സമയമായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ഈ സമയമായതുകൊണ്ട് തന്നെ വെയിലിൻ്റെ കാഠിന്യമൊക്കെ ഉറങ്ങി, നല്ലൊരു കാറ്റും തണുത്ത കാറ്റ്, ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ഈ വശത്ത് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ കുറേ പേര് ദീപം കത്തിക്കലും അതേപോലെ തന്നെ തേങ്ങ ഉടച്ച് ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇന്ന് ഈ രാത്രി മുഴുവൻ നമ്മൾ ഈ തിരുമലയിൽ തന്നെയാണ് കേട്ടോ തങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് കുറച്ച് സമയം കൂടുതൽ നമുക്ക് കിട്ടും. കുറേ സമയം നമുക്ക് ഇവിടെ കറങ്ങാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു അസുലഭമായ ഭാഗ്യം ഞങ്ങൾക്ക് കടാക്ഷിച്ചു. അപ്പോൾ ആ ഒരു ഭാഗ്യവും ആ ഒരു കാഴ്ചയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ ദർശനത്തിന് പോകുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേറെ വഴി കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗമൊക്കെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. അതായത് ക്ഷേത്ര ഗോപുരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ശരിക്ക് ആ ക്ഷേത്ര ഗോപുരവും അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിസര ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ സമയത്ത് വന്നിട്ട് നമുക്കുണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ പോകണമല്ലോ എന്നുള്ളൊരു കാര്യവും ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമം പോലെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാനെ കണ്ട് മതിയായില്ല എന്നുള്ളത്. ഭഗവാൻ എത്ര കണ്ടാലും നമുക്ക് മതിയായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ നടക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളിപ്പോൾ അതേ അപ്പുറത്ത് ആ ഭാഗത്തേക്ക് കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഭഗവാൻ ഈ പുറത്ത് തന്നെയുണ്ട്. പുറത്ത് തന്നെ ഭഗവാൻ എഴുന്നള്ളുന്നുണ്ട്. ആ കാഴ്ചയാണ് കേട്ടോ നമുക്കപ്പോൾ കാണാൻ സാധിച്ചത്. ശരിക്കും ഞങ്ങളത് അറിയാതെ തന്നെ കേട്ടോ ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. ഈ ഭഗവാനെ ശരിക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് കാണാനും പ്രാർത്ഥിക്കാനുമുള്ളൊരു അവസരം ഭഗവാൻ തന്നെ ഞങ്ങളിൽ ഉണ്ടാക്കി തന്നത് ശരിക്കും നല്ലൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങളത് കരുതുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ആനയുടെയും അതേപോലെ തന്നെ ഈ താളമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് കേട്ടോ ഭഗവാനെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഈ ആനയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ ആനയുടെ മുന്നിലേക്ക് ആന തുമ്പിക്കൈ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ അനുഗ്രഹിക്കുന്ന പറഞ്ഞാൽ വെറുതെ അനുഗ്രഹിക്കില്ല കേട്ടോ. ആ പാപ്പാന് പൈസ കൊടുക്കണം, എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്താൽ മാത്രമേ ആന തുമ്പിക്കൈ വെച്ച് ആളുകളുടെ തലയിൽ തുമ്പിക്കൈ വെച്ചിട്ട് അനുഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. അതിനു വേണ്ടി തിക്കും തിരക്കുമാണ് ശരിക്കും. അതെല്ലാം കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ ഒരു തീർത്ഥക്കുളം നമുക്ക് കാണാൻ സാധിച്ചത്. പുഷ്കരണി എന്നാണ് കേട്ടോ ഈ തീർത്ഥക്കുളത്തിൻ്റെ പേര്.
ഈ തീർത്ഥകുളത്തിൻ്റെ നടുക്കായിട്ടൊക്കെ ആ വെള്ളത്തിൽ ഒരുപാട് മണ്ഡപങ്ങളൊക്കെ പണിതുയർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മണ്ഡപങ്ങൾ. കരിങ്കൽ തൂണുകളിൽ പണിതുയർത്തിയിരിക്കുന്ന ആ മണ്ഡപങ്ങൾക്ക് ഉസ്തമ സൂര്യൻ്റെ ആ കിരണങ്ങളേക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. തിരുമലയിലെ 7 കുന്നുകളായ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, വൃഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി. അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ക്ഷേത്രം സപ്തഗിരി എന്നും അറിയപ്പെടുന്നുണ്ട്. വെങ്കടേശനൊപ്പം ശ്രീലകത്ത് ശ്രീകൃഷ്ണൻ, രുക്മിണി, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. നരസിംഹമൂർത്തി, ഹനുമാൻ, കുബേരൻ, ഗരുഡൻ, വരരാജൻ, ശേഷനാഗം തുടങ്ങിയ ഉപദേവന്മാരെയും ഇവിടെ കാണാം. സമയം വൈകുന്തോറും ഇവിടുത്തെ ആ ചെറിയ കാറ്റും തണുവും കൂടിക്കൂടി വരികയാണ് കേട്ടോ. അതേപോലെ തന്നെ ഭക്തർ ക്ഷേത്രത്തിന് മുന്നിൽ കത്തിക്കുന്ന ആ ദീപങ്ങൾക്കെന്തോ ഒരു പ്രത്യേക ഭംഗി. തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം മൂലം ഇനിയും ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.